ഞാനേ ഇന്നൊരു രസം വയ്ക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് ഒരു 2-2.5 ഗ്ലാസ്സോളം വെള്ളം എടുത്തു. എന്നിട്ട് ഇച്ചിരി ഉപ്പ് ഞാൻ അങ്ങോട്ട് ഇടുവാണേ. ഈ വെള്ളത്തിൽ നല്ലവണ്ണം ഒന്ന് കലങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കെടുക്കാൻ എന്തെന്ന് വെച്ചാൽ ഇച്ചിരി ഒരു നെല്ലിക്ക വലിപ്പം ഒരു നാരങ്ങ വലിപ്പത്തോളം പുളി വാളം പുളി ഒന്നെടുത്ത് ഒന്ന് കുതിർത്തെടുക്കാവേ. ഇതൊന്ന് കുതിർന്ന് ഈ വെള്ളത്തിൽ കൂടെ കലർന്ന് വരണം. ഇതൊന്ന് കുതിരട്ടെ. ഒരു 2-3 മിനിറ്റ് കിടക്കുമ്പോൾ തന്നെ പുളി നല്ലവണ്ണം കുതിർന്ന് കിട്ടും. പുളിയൊക്കെ നല്ലവണ്ണം കുതിർന്ന് കിട്ടി. ഞാനിതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പുളിയൊക്കെ ഒന്ന് നല്ലവണ്ണം കലക്കിയെടുത്തു. ഈ കളറിൽ നമുക്ക് പുളി വെള്ളം കിട്ടിയിട്ടുണ്ട്. കൊത്തെല്ലാം അങ്ങ് കളഞ്ഞു ബാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് പൊടികൾ കൂടെ ചേർക്കാനുണ്ട്. ഞാൻ കാണിച്ചു തരാമേ എന്തൊക്കെയാണെന്ന്. ഇച്ചിരി മുളക് പൊടിയുണ്ട്. മുളക് പൊടി കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി കൂടുതൽ മല്ലിപ്പൊടി, കായം, കുരുമുളക് ചതച്ചത്, മഞ്ഞൾപ്പൊടി. ഇത്രയാണ് നമുക്ക് രസത്തിന് ആവശ്യമായ പൊടി ഐറ്റംസ്. ഈ പൊടികളെല്ലാം കൂടെ നമ്മൾ കലക്കി വെച്ചിരുന്ന പുളി വെള്ളത്തിലോട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവട്ടെ. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടെ ചതച്ചത് നമുക്ക് ഇതിലോട്ടൊന്ന് ഇടാം. വേറെ ഒരുപാട് മുളകൊന്നും വേണ്ട, കാരണം കുരുമുളക് നല്ലവണ്ണം നമ്മൾ ചതച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ രസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കടുക് താളിച്ച് എടുക്കണം എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ. കടുക് താളിക്കാൻ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാവേ. അതിന് വേണ്ടിയിട്ട് കടുക് താളിക്കുന്നതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു. ഇച്ചിരി കടുകും അതൊന്ന് ചെറുതായിട്ട് പൊട്ടിയതിന് ശേഷം പൊട്ടി വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവയും കൂടെ നമുക്കൊന്ന് ചേർക്കാം. പൊട്ടട്ടെ അതൊന്ന്. കടുകും ഉലുവയും എല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു വറ്റൽമുളകും കൂടെ നമുക്ക് ചേർക്കാം. വറ്റൽമുളകും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കലക്കി വെച്ചിരുന്ന ഈ രസം ഒഴിക്കാവേ. തീ കൂട്ടി വെച്ച് കൊടുക്കാം. ഇതൊന്ന് നല്ലവണ്ണം തിളയ്ക്കട്ടെ. രസം നല്ലവണ്ണം വെട്ടി തിളച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല മണം വരുന്നുണ്ട്. കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ല മണവും വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില കൂടെ അങ്ങോട്ട് ഇടാം. തക്കാളി ഒന്നും ഇടണ്ട. തക്കാളി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള രസം നമുക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒരു 2 മിനിറ്റ് കിടന്നിട്ട് നമുക്ക് ഇതിനൊന്ന് പാത്രത്തിലോട്ട് മാറ്റാവേ. നല്ലവണ്ണം തിളയ്ക്കണം. രസം നല്ല തിളച്ച് ഇച്ചിരി ഒന്ന് കുറുകണം. ഒരു 2 മിനിറ്റ് ഒന്ന് കിടക്കട്ടെ. അങ്ങനെ നമ്മുടെ രസമെല്ലാം നല്ലവണ്ണം തിളച്ച് ഇച്ചിരി ഒന്ന് കുറുകിയിട്ടുണ്ട്. ഞാനൊന്ന് പാത്രത്തിലോട്ടൊന്ന് മാറ്റട്ടെ. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. പാത്രത്തിലോട്ടൊന്ന് മാറ്റട്ടെ. അങ്ങനെ നമ്മുടെ ആവി പറക്കുന്ന രസം റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. ചോറുണ്ണാൻ മാത്രമല്ല, നമുക്ക് രാത്രിയൊക്കെ കിടക്കുമ്പോൾ നമ്മുടെ വയറിലൊരു അസിഡിറ്റി ഫീൽ ചെയ്യുവാണെങ്കിൽ ഇതിൽ നിന്ന് ഇച്ചിരി രസം എടുത്ത് കുടിച്ചിട്ട് കിടന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്ന് മാറിക്കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നമുക്ക് നല്ലൊരു അടിപൊളി രസം വയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിലർ ഇതിൻ്റെ കൂടെ ജീരകം ചേർക്കും. എനിക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ജീരകത്തിൻ്റെ ടേസ്റ്റ് ചേർക്കാൻ നമുക്കൊരു നോർത്ത് ഇന്ത്യൻ കറികളുടെ ഒരു ടേസ്റ്റ് വരും. വേണമെന്നുള്ളവർക്ക് ജീരകവും ചേർക്കാം. ജീരക പൊടി വേണമെങ്കിൽ അത് ചേർക്കാം, ഇല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇങ്ങനെ ഒന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ തക്കാളിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ലൊരു അടിപൊളി രസം വയ്ക്കാം. ഓക്കെ, ബൈ.